ഹായ് കൃഷി ആപ്പ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബേസിക്കലി നമ്മൾ ഇന്നലെ ലോഗിൻ ആക്ടിവിറ്റി വരെ സ്പ്ലാഷ് സ്ക്രീൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കുക ചെയ്തേ. സോ സ്പ്ലാഷ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ലോഗിൻ ആക്ടിവിറ്റീൻ്റെ ആക്ച്വൽ ഡിസൈനാണ്. ഓക്കെ, ലോഗിൻ ആക്ടിവിറ്റീൻ്റെ ബേസിക് ഡിസൈനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. സോ അതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ബേസിക്കലി ഗിറ്റ് എന്ന് പറഞ്ഞാൽ വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. ലൈക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പ്രൊജക്റ്റ് ഉണ്ട്. സോ ആ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ നിങ്ങളിപ്പോൾ ലോഗിൻ സ്ക്രീൻ ഡിസൈൻ ചെയ്തു, സൈനപ്പ് ചെയ്തു. അപ്പോൾ തിരിച്ച് ഇപ്പോൾ വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി, മീൻസ് സൈനപ്പ് കഴിഞ്ഞിട്ട് ലോഗിനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. സോ പിന്നെ ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചേഞ്ചസ്, ലാസ്റ്റ് വന്ന ചേഞ്ചസ് എന്താന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത്, മീൻസ് നമുക്ക് കോഡിൽ ഓരോ ഇൻസ്റ്റൻസ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ബേസിക്കലി ഒന്നുമില്ല, എക്സാക്ട് യൂസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് കോഡ് ഇപ്പോൾ മുന്നേ ചെയ്ത് വെച്ച ഒരു ഭാഗത്തോട്ട് ഒരു കോഡിലോട്ട് പോകണമെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗിറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു കോഡ് ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം github.com പോവുക. github.com പോയിട്ട് ഇതിൽ സൈനപ്പ് ചെയ്യണം. ഞാൻ ആക്ച്വലി സൈൻഡ് ആണല്ലോ, സൈൻ ഇൻ ആസ് ഞാൻ സൈനപ്പ് ചെയ്തിട്ടുണ്ട്, സൈൻ ഔട്ട് ചെയ്യുന്നില്ല. സോ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കിട്ടും. ബേസിക്കലി ഇവിടെയൊക്കെ ബ്ലാങ്ക് ആയിരിക്കും ഒരു ഫ്രഷ് ആളാണെങ്കിൽ. സോ ഇവിടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ജസ്റ്റ് ന്യൂ പ്രസ് ചെയ്താൽ നമുക്കൊരു പുതിയ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ പറ്റും. സോ റെപ്പോസിറ്ററിക്ക് ഞാൻ കൃഷി ആപ്പ് എന്നുള്ള പേര് കൊടുത്തു. ദിസ് ഈസ് പബ്ലിക് ലൈബ്രറി, എല്ലാവർക്കും വിസിബിൾ ആവും. വേറെ ഈ കാര്യങ്ങളൊന്നും വേണ്ട. റീഡ്മി എന്ന് പറഞ്ഞാൽ റീഡ്മി ഫയൽ വേണോ, ഗിറ്റ് ഇഗ്നോർ, അത് ഗിറ്റ് റിലേറ്റഡ് ഫയലാണ്, അതൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് കൊടുക്കും. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു ബ്ലാങ്ക് റെപ്പോസിറ്ററി നമുക്ക് ഉണ്ടാക്കും. ബ്ലാങ്ക് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോഡ് ക്ലൗഡിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ റെപ്പോസിറ്ററി. ഓക്കെ, സോ ഇതിൽ നമുക്ക് യു ഹാവ് ഡൺ ഓർ ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി എന്നൊക്കെ പറയും. സോ ബേസിക്കലി നമ്മളെ ആ ഒരു റെപ്പോസിറ്ററിന്റെ URL ഇതാണ്. കണ്ടോ, Ctrl+C അടിച്ച് ഇതിലോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ റെപ്പോസിറ്ററി. ഇപ്പോൾ ഇത് ബ്ലാങ്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണിക്കുന്നത്. സോ വൺസ് നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രൊജക്റ്റ് കാണിക്കും. സോ ഈ ഒരു ഐഡന്റിഫയർ വെച്ച് നമ്മൾ ഇതുവരെ ചെയ്ത കോഡ് ഈ ഒരു റെപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യണം. അത് എങ്ങനെ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആക്സസ് കിട്ടും എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തുറക്കുക. ഇവിടെ VCS എന്ന് കാണാം. VCS എന്ന് പറഞ്ഞാൽ വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഗിറ്റ് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഓക്കെ, സോ എനേബിൾ VCS വേർഷൻ കൺട്രോൾ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, സെലക്ട് വേർഷൻ കൺട്രോൾ സിസ്റ്റം ചോദിക്കും. ഓക്കെ, ഗിറ്റ് ആണ് എനിക്ക് വേണ്ടത്, ഗിറ്റ് ആണ്. ഓക്കെ, സോ ക്രിയേറ്റഡ് ഗിറ്റ് റെപ്പോസിറ്ററി, ഇവിടെ ഗിറ്റിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യാം, ഗിറ്റിൽ നമ്മൾ ആ ഒരു റെപ്പോസിറ്ററി റിമോട്ടിലുള്ള സെർവറിലുള്ള റെപ്പോസിറ്ററി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് ഗിറ്റിൽ റിമോട്ട്സ് എടുക്കും. സോ ഇവിടെ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു പുതിയ റിമോട്ട് ആഡ് ചെയ്യും, പുതിയൊരു ആൾ ആഡ് ചെയ്യും. URL എന്നുള്ളിടത്ത് നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു URL എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഞാൻ ഓക്കെ അടിച്ചു. ഓക്കെ, ചെക്കിങ് URL. ഓക്കെ, ഞാൻ എന്നിട്ട് ഓക്കെ അടിച്ചു. സോ ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഫയൽ എല്ലാം കൂടെ നമുക്ക് ഗിറ്റിലോട്ട് പുഷ് ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗിറ്റിൽ ഇവിടെ ഇപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാം കളർ റെഡ് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് എന്താ, ഈ വേർഷൻ കൺട്രോൾ സിസ്റ്റം ഗിറ്റ് ഈ ഫയൽസ് ഒന്നും ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഈ ഫയൽ ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നില്ല, അതായത് ഞാൻ ഈ ഒരു ഫയലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ഗിറ്റ് എനേബിൾഡ് ആണെങ്കിൽ ഈ ഒരു ഫയൽ ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്തിട്ട് അത് സേവ് ചെയ്ത് വെക്കും. സോ അൺലസ് ഇത് ട്രാക്കിംഗ് അല്ല, റെഡ് കളറിലായതുകൊണ്ട് ട്രാക്കിംഗ് അല്ല, അതുകൊണ്ട് എന്തില്ല ഇതിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഗിറ്റ് അത് ഡിറ്റക്ട് ചെയ്യില്ല. സോ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി VCSൽ ഗിറ്റിൽ നമുക്ക് ആഡ് എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ട്. ഇത് കൊടുത്താൽ ഈ ഒരു ഗ്രീൻ ആകുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും എന്ത് ചെയ്യും, പുള്ളിക്കാരൻ അത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഓരോ കമ്മിറ്റ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇത് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇങ്ങനെ എല്ലാ ഫയലും ചെയ്യുന്നത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. ബേസിക്കലി എല്ലാ ഫയൽസും നമ്മൾ
ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. സോ എല്ലാം ട്രാക്ക് ചെയ്യണം. സോ ഓരോ ഫയൽ ഇതുപോലെ ചെയ്യുന്നത് പോസിബിൾ അല്ല. സോ അതിൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെർമിനലിൽ കമാൻഡ് അടിച്ചാൽ മതി. ഓക്കെ, ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് എല്ലാ ഫയലും, ഗിറ്റിലെ എല്ലാ ഫയലും ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ അതൊരു വാർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ബേസിക്കലി അത് പ്രശ്നമുള്ളതല്ല. സോ ബേസിക്കലി എന്ത് ചെയ്തു, എല്ലാം ഗ്രീനായി. കണ്ടോ, എല്ലാം ഗ്രീനായി. സോ ഇനി ഈ ഓരോ ഫയൽസിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തിയാലും ഗിറ്റ് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൻ്റെ റിയൽ ടൈം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. സോ എന്താണ് ഒരു കമ്മിറ്റ്? കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതുവരെ ചെയ്ത ചേഞ്ചസ് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതുവരെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സ്പ്ലാഷ് സ്ക്രീൻ ഇംപ്ലിമെന്റ് ചെയ്തു, സേവ് ചെയ്യാം. എന്നിട്ട് ലോഗിൻ സ്ക്രീൻ ഇംപ്ലിമെന്റ് ചെയ്തു, സേവ് ചെയ്യാം. സോ വൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്പ്ലാഷ് സ്ക്രീൻ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത് ലോഗിൻ സ്ക്രീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നുള്ള ഇൻസ്റ്റൻസ് വരെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് റിവേർട്ട് ചെയ്യാനുള്ള ഇത് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിറ്റിൽ VCSൽ ഗിറ്റിൽ കമ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കമ്മിറ്റ് ഫയൽ. സോ ബേസിക്കലി നമ്മൾ കമ്മിറ്റ് ഫയൽ എന്ന് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും, ഒരു കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുത്തിയത് അതെല്ലാം മേലെ അപ്പിയർഡ് ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഇവിടെ എല്ലാം അപ്പിയർഡ് ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, സോ ഞാൻ ഫോർ നൗ ഞാൻ ഈ ഒരു കൃഷി .app നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഫയൽസും ഞാൻ ടിക്ക് ഇട്ടു. ഓക്കെ, എല്ലാ ഫയൽസും ടിക്ക് ഇട്ടിട്ട് കമ്മിറ്റ് ചെയ്തു. നമ്മളൊരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം കേട്ടോ. സോറി, ഒരു കമ്മിറ്റിൽ എന്തായാലും ഒരു മെസ്സേജ് വേണം. അതിൽ എന്താ ഉള്ളതെന്ന്. സോ സ്പ്ലാഷ് സ്ക്രീൻ ഇംപ്ലിമെന്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടു. ഓക്കെ, കമ്മിറ്റ് ചെയ്തു. സോ വൺസ് ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ കമ്മിറ്റ് ചെയ്തു. സോ ഇതുവരെയുള്ള ചേഞ്ചസ് ഇവിടെ സേവ് ചെയ്തു. ആ ഗ്രീൻ കളറൊക്കെ പോയിട്ട് ഇപ്പോൾ വൈറ്റ് കളറായി. സോ ഇനി ഞാൻ ഈ ഒരു നമ്മുടെ സ്പ്ലാഷ് സ്ക്രീൻ അവിടെ, ഓക്കെ, സ്പ്ലാഷ് ആക്ടിവിറ്റിയിൽ ഈ 4 സെക്കൻഡ് ഡിലേ ഉള്ളത് ഞാൻ ജസ്റ്റ് 2 സെക്കൻഡ് ഡിലേ ആക്കി. ഓക്കെ, സോ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, VCSൽ ഞാൻ കമ്മിറ്റ് എടുത്തു. കമ്മിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇത് നമ്മൾ മുന്നേ ഫയൽ ആഡ് ചെയ്തു, പക്ഷെ കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഫയൽസ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഈ കൃഷി .app ആണ് ഇത്. നമ്മൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കമ്മിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ സ്പ്ലാഷ് ആക്ടിവിറ്റി മാത്രം ഇവിടെ ടിക്ക് ചെയ്ത് വന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവണ്ടോ, 4000 ഉള്ളത് 2000 എന്നാക്കി ചേഞ്ച് ഇവിടെ ഡിറ്റക്ട് ചെയ്തു. സോ ബേസിക്കലി അതാണ് സംഭവം. സോ ഞാനൊരു ബഞ്ച് ഓഫ് ചേഞ്ചസ് വരുത്തി. സോ ഇവിടെ ഫിനിഷ് ഇല്ല, ഈ ഫിനിഷ് എനിക്ക് വേണ്ട. സോ ഇതാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതുപോലെ ഞാൻ നമ്പർ ഓഫ് ചേഞ്ചസ് അവിടെയും ഇവിടെയും ഒരുപാട് കമന്റ്സ് ഒക്കെ ആഡ് ചെയ്തു. അവിടെയും ഇവിടെയും മൾട്ടിപ്പിൾ ഫയൽസിലായിട്ട് ലോഗിൻ ആക്ടിവിറ്റിയിൽ ലൈക്ക് ഇവിടെ സ്പ്ലാഷ് ആക്ടിവിറ്റിയിൽ ആഡ് ചെയ്തു. പിന്നെ ലോഗിൻ ആക്ടിവിറ്റിയിൽ സം കൈൻഡ് ഓഫ് കോഡ്, സം കൈൻഡ് ഓഫ് കമന്റ്സ് ഞാനൊക്കെ ആഡ് ചെയ്തു. സോ ബേസിക്കലി ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ തിരക്കില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ ഇത് ഓരോ ഫയലിൽ പോയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ നിൽക്കണം, വേണ്ടേ? അപ്പോൾ എനിക്ക് ഓർത്തിരിക്കണം ഈ ഫയൽ ഞാൻ ഈ ചേഞ്ച് ഉണ്ട്, അപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്യണം. അതുപോലെ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്യണമെന്ന് സംഭവമുണ്ട്. സോ ബേസിക്കലി ഇത് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് കമ്മിറ്റിലോട്ട് നമുക്ക് പോകാൻ VCSൽ ഗിറ്റിൽ സ്റ്റാഷ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സംവെയർ ഹിയർ ഉണ്ടാവും, സ്റ്റാഷ് ചേഞ്ചസ് ഉണ്ടോ. സ്റ്റാഷ് ചേഞ്ചസ് എന്ന് കൊടുത്താൽ ഈ ലൈക്ക് ബാക്ക് ടു സ്പ്ലാഷ് ഇംപ്ലിമെന്റേഷൻ എന്ന് കൊടുത്താൽ ഇംപ്ലിമെന്റേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് സ്റ്റാഷ് കൊടുത്താൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത കമ്മിറ്റ് എന്താണോ അങ്ങോട്ട് പോയി. കണ്ടോ, ആ ഫയൽസ് ഒക്കെ പോയി. 2000 കൊടുത്ത് 4000 ആയി. കണ്ടോ, എല്ലാം പോയി. സോ ബേസിക്കലി ഇതാണ് ഒരു സംഭവം. സോ ഇന്ന് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി, അത് മിസ്റ്റേക്ക് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ വർക്ക് ചെയ്ത എല്ലാ ഫയൽസിനും നമ്മൾ ഓരോ ഫയലിൽ പോയിട്ട് ചെയ്യേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. സോ ബേസിക്കലി ഇതാണ് ഗിറ്റിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സിമ്പിൾ യൂസ് കേസ്. സോ ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത്. സോ അത് വരുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും. സോ ഫോർ നൗ നമ്മൾ ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ബേസിക്കലി നമ്മൾ ചെയ്ത കമ്മിറ്റ് ഓക്കെ, സ്റ്റാഷ് ചെയ്തപ്പോൾ അത് പോയിട്ടുണ്ട്. ആകെ ഒരു കമ്മിറ്റ് ഉള്ളായിരുന്നു. സോ ഞാൻ ഒന്നും കൂടെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. സോ ബേസിക്കലി
ഓക്കെ. ഇതിനൊക്കെ ഈക്വലന്റ് ടെർമിനൽ കമാൻഡ്സ് ഉണ്ട്, പക്ഷെ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ബേസിക്കലി എല്ലാവരും ചെയ്യുന്നത് ഇത് ത്രൂ ടെർമിനലാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സോ സ്പ്ലാഷ് സ്ക്രീൻ ഇംപ്ലിമെന്റഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും ബ്രാഞ്ച് ആയിരുന്നു. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബ്രാഞ്ച് പുഷ് ചെയ്തു. ഓക്കെ, ഈ ഒരു പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ VCSൽ കമ്മിറ്റ് ചെയ്ത ശേഷം VCSൽ ഗിറ്റിൽ പുഷ് എന്നുണ്ടാവും. ഓക്കെ, സോ പുഷ് ചെയ്താൽ എന്ത് ചെയ്യും, ബേസിക്കലി ഈ ഒരു ചേഞ്ചസ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റെപ്പോസിറ്ററിയിലോട്ട് പോകും. സോ വൺസ് ഞാൻ ഈ ഒരു പേജ് റീഫ്രഷ് ചെയ്താൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് ആപ്പിൻ്റെ അകത്ത് എന്തുണ്ട്, സം കൈൻഡ് ഓഫ് ഫയൽസ് വന്നിട്ടുണ്ട്. SRCയിൽ മെയിനിൽ ജാവയ്ക്കകത്ത് സ്പ്ലാഷ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഫയൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വെച്ച് ഈ ഒരു കോഡ് എപ്പോഴും ആക്സസ് കിട്ടും. സോ ബേസിക്കലി ഇതാണ് ഒരു ഗിറ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യം. സോ വരുന്ന ട്യൂട്ടോറിയൽസിൽ നമുക്ക് കമ്മിറ്റിങ് പുഷിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. റിവേർട്ടിങ് ഒക്കെ മേ ബി ആവശ്യം വരാം. സോ അറ്റ് ദാറ്റ് മൊമെന്റ് നമുക്ക് അത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ.